ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് കീഴിലുള്ളതുമായ ബ്രാൻഡായ ജാഗ്വാറിൻ്റെ പുതിയ റീബ്രാൻഡിങ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ റീബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി പുതിയ ഒരു ലോഗോയും ഒരു വീഡിയോ പരസ്യവും കോപ്പി നത്തിങ് എന്ന പേരിലുള്ള ഒരു ടാഗ് ലൈനും ഇവർ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ റീബ്രാൻഡിങ്ങിനോടും പുതിയ വീഡിയോ പരസ്യവുമായി ബന്ധപ്പെട്ട് വളരെ മിക്സ്ഡായ റെസ്പോൺസാണ് ഇൻ്റർനെറ്റിലുടനീളം ഉണ്ടായത്. പലരും ഈ റീബ്രാൻഡിങ് ഒരു കാർ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിലല്ല എന്നും ഇതൊരു ഫാഷൻ ബ്രാൻഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ പരസ്യത്തിലെ വിഷ്വൽസ് ഉള്ളതെന്നും പറയുകയുണ്ടായി. എലോൺ മസ്ക് വരെ എക്സിൽ പോസ്റ്റ് ചെയ്ത് കളഞ്ഞു, നിങ്ങൾ ഇനി കാർ വിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇതിനിടയിൽ ജാഗ്വാറിൻ്റെ കോപ്പി നത്തിങ് എന്ന ടാഗ് ലൈനിനെ പരിഹസിച്ചുകൊണ്ട് ജാഗ്വാറിൻ്റെ അതേപോലെ ബ്രാൻഡിങ് തയ്യാറാക്കി അത് എക്സിൽ പോസ്റ്റ് ചെയ്യും. കോപ്പി നത്തിങ് എന്നുള്ളതിന് പകരം കോപ്പി ജാഗ്വാർ എന്ന് എഴുതി ചേർത്ത് പ്രമുഖ ഇലക്ട്രോണിക് മൊബൈൽ ഫോൺ ബ്രാൻഡായ നത്തിങ് അവതരിപ്പിക്കുകയുണ്ടായി. അവർ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും അത് വളരെ വൈറലാവുകയും വളരെ ചർച്ചകൾക്ക് കാരണമാവുകയും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയൊക്കെ ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ജാഗ്വാറിൻ്റെ റീബ്രാൻഡിങ്ങിൻ്റെ ചെലവിൽ നത്തിങ് ചെറിയ പോപ്പുലാരിറ്റി നേടിയെടുക്കുകയാണ് ഇവിടെ ഉണ്ടായത്. എങ്കിലും ഒരു കാർ ബ്രാൻഡിൻ്റെയൊക്കെ പരസ്യമാവുമ്പോൾ പേരിനെങ്കിലും അതിലൊരു കാറൊക്കെ വേണ്ടേ എന്നാണ് പലരും ചോദിക്കുന്നത്.